ദോ, ഓൾദോ, അതുപോലെ ഈവൻ ദോ, ഈ മൂന്നിൻ്റെയും അർത്ഥങ്ങൾ സെയിം ആണ്. എന്താണ്? ഇവിടെ കണ്ടോ, എങ്കിലും, എങ്കിൽ പോലും, എന്നിട്ട് പോലും, ഇതൊക്കെയാണ് അർത്ഥം. നമ്മൾ പറയാറില്ലേ, ഉഫ്, അവൻ പണക്കാരനായിട്ട് പോലും പാവങ്ങൾ സഹായിക്കാറില്ല, അവൻ്റെ അടുത്ത് ബൈക്കുണ്ട് എന്നിട്ട് പോലും അവൻ നടന്നാണ് പോകാറുള്ളത്, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളാണ് ഉപയോഗിക്കുക. ദോ, ഓൾദോ, ഈവൻ ദോ പറയാം. ഇനി ഈ മൂന്നിൻ്റെയും വ്യത്യാസം എന്താ നോക്കിയാലോ? വളരെ സിമ്പിളാണ്. ഒന്നാമതാണ് ദോ. ഇവിടെ കണ്ടോ, ദോ. ദോ എന്ന് പറഞ്ഞാൽ കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ദോ ആണ് ഉപയോഗിക്കുക. ഓക്കെ. അടുത്താണ് ഓൾദോ. എപ്പോൾ ഉപയോഗിക്കുക? ഓൾദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഫോർമലാണ്. ഫോർമൽ എന്ന് വെച്ചാൽ ഔപചാരികമായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓൾദോ ഉപയോഗിക്കും. മൂന്നാമതാണ് ഈവൻ ദോ. ഇവിടെ കണ്ടോ സ്ട്രോങ്. ഈവൻ ദോ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഊന്നി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പറയല്ലേ, ഹോ, അവൻ്റെ അടുത്ത് കാറും ബൈക്കും എല്ലാം ഉണ്ട് എന്നിട്ട് പോലും അവൻ നടന്നാണ് പോകാറുള്ളത്. ഓ, എന്തൊരു പണക്കാരനവൻ, എന്നിട്ട് പോലും പാവങ്ങൾ സഹായിക്കാറില്ല. ഒന്ന് ഊന്നി പറയുമ്പോൾ നമ്മൾ ഈവൻ ദോ ഉപയോഗിക്കും. ഈവൻ ദോ വളരെ സിമ്പിളാണ്, നമുക്കൊന്ന് ഉപയോഗിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് ഇത്. കണ്ടോ, അത് മൂന്നും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമതാണ്, അവന് പനി ഉണ്ടായിട്ട് പോലും അവൻ പുറത്തു പോയി. അവന് പനി ഉണ്ടായിട്ട് പോലും അവൻ പുറത്തു പോയി. അപ്പം അവന് പനി ഉണ്ട് എന്നൊക്കെ പറയാം. ഇവിടെ കണ്ടോ, ഹി ഹാസ് എ ഫീവർ, അല്ലേ? ഹി ഹാസ് എ ഫീവർ. അതിൻ്റെ മുന്നേ, ആ സെൻറ്റൻസിൻ്റെ മുന്നേ ദോ ചേർത്ത് കഴിഞ്ഞതായി ദോ ഹി ഹാസ് എ ഫീവർ എന്നാണ്. ദോ ഹി ഹാസ് എ ഫീവർ, അവന് പനി ഉണ്ടായിട്ട് പോലും, അവന് പനി ഉണ്ടായിട്ട് പോലും ഹി വെന്റ് ഔട്ട്സൈഡ്, അവൻ പുറത്തു പോയി. ഇനി ഇതേ സെൻറ്റൻസിനെ ഒന്ന് ഊന്നി പറയണമെങ്കിൽ, ഊന്നില്ല, നമുക്ക് ഓൾദോ ഉപയോഗിക്കാം. നമ്മൾ ഊന്നി പറയുമ്പോൾ ഇതാണ് ഉപയോഗിക്കട്ടോ, ഈവൻ ദോ. നമുക്ക് ഓൾദോ ഉപയോഗിക്കാം. ഇങ്ങനെ പറയണ്ടോ, ഓൾദോ ഹി ഹാസ് എ ഫീവർ ഹി വെന്റ് ഔട്ട്സൈഡ്. ഒരു മാറ്റമില്ല, വളരെ കറക്റ്റാണ്. ഇത് ദോ, ഈ മൂന്നാമത്തിൽ ഏറ്റവും ചെറുത് ഏതാണ്? ദോ അല്ല, അതാണ് നമ്മൾ സാധാരണ സ്പോക്കണിൽ ഉപയോഗിക്കുക. പിന്നെ രണ്ടാമതാണ് ഓൾദോ, കുറച്ച് സ്റ്റാൻഡേർഡായി സംസാരിക്കുമ്പോൾ. ഇവിടെ ഉണ്ടോ, ഓൾദോ ഹി ഹാസ് എ ഫീവർ, അവന് പനി ഉണ്ടായിട്ട് പോലും ഹി വെന്റ് ഔട്ട്സൈഡ്, അവൻ പുറത്തു പോയി. കറക്റ്റാണ് സെൻറ്റൻസ്. അതുപോലെ ഇനി ദോ, ഓൾദോ, ഈ രണ്ടിൻ്റെയും പകരം നമുക്ക് ഇത് ഉപയോഗിക്കാം, ഈവൻ ദോ ഉപയോഗിക്കാം. ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ട്, ഊന്നി പറയാം. ഈവൻ ദോ ഹി ഹാസ് എ ഫീവർ, അവന് പനി ഉണ്ടായിട്ട് പോലും അവൻ പുറത്തു പോയി. ഹി വെന്റ് ഔട്ട്സൈഡ്. അപ്പോൾ നമുക്ക് ഏതും പറയാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ വളരെ സ്പോക്കണിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ദോ ആണ്. ഓൾദോ ഉപയോഗിച്ച കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഈവൻ ദോ ഒരു കുഴപ്പമില്ല, ഏത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയാലോ? നമുക്ക് ദോന് പകരം ഓൾദോ ഉപയോഗിക്കാം, അതുപോലെ ഈവൻ ദോ ഏത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം. എങ്ങനെയാണോ, ഇപ്പോൾ നമ്മൾ ഈ ദോ ഹി ഹാസ് എ ഫീവർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് അവിടെയും പറയാം. ഇതാദ്യം പറയാം. എങ്ങനെ? ഹി വെന്റ് ഔട്ട്സൈഡ്, ഹി വെന്റ് ഔട്ട്സൈഡ് ദോ ഹി ഹാസ് എ ഫീവർ, അങ്ങനെയും പറയാം. ഓൾദോ ഹി ഹാസ് എ ഫീവർ ഉണ്ടല്ലോ, അത് നമുക്ക് അവിടെ പറയാം. ഇങ്ങനെ ആദ്യം ഇത് പറയാം, ഹി വെന്റ് ഔട്ട്സൈഡ് ഓൾദോ ഹി ഹാസ് എ ഫീവർ. ഇതുപോലെ ഇവിടെ എങ്ങനെയാണ്? ഹി വെന്റ് ഔട്ട്സൈഡ് ഈവൻ ദോ ഹി ഹാസ് എ ഫീവർ. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് പറയാം, ഈ ദോ, ഓൾദോ, ഈവൻ ദോ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിച്ച് പറയും. ഇനി നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഇവിടെ കണ്ടോളൂ, അവൾ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചെങ്കിലും അവൾ തോറ്റു. അപ്പോൾ ഇത് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കാം. ഒന്നാമതാണ് കോമൺ ആയിട്ട് സ്പോക്കണിൽ സംസാരിക്കുമ്പോൾ, ദോ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദി എക്സാം. ഇവിടെ കണ്ടോ, ദോ എങ്കിലും, ഷീ സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദി എക്സാം, അവൾ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചെങ്കിലും ഷീ ഫെയിൽഡ്, അവൾ തോറ്റു എന്നായി. ഇനി നമുക്ക് ദോ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് പകരം ഓൾദോ ഉപയോഗിക്കാം. ഓൾദോ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദി എക്സാം ഷീ ഫെയിൽഡ്, സെയിം മീനിങ് ആണ്. ഇനി നമുക്ക് ഊന്നി പറയണം. എന്ത്? ഊന്നി പറയാം. ഊന്നി പറയില്ലേ? ഇപ്പോൾ ചില ആളുകളൊക്കെ ഊന്നിയേ പറയൂ അല്ലേ എല്ലാ കാര്യങ്ങളും. അവളൊക്കെ ഉറങ്ങിയ കാലം ഞാൻ മറന്നുപോയി, എന്നിട്ടും തോറ്റു. അത് ഊന്നി പറയില്ല നമ്മൾ. അത്രയും പഠിച്ചു എന്നിട്ട് പോയി തോറ്റു എന്ന് പറയുമ്പോൾ ഈവൻ ദോ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദി എക്സാം ഷീ ഫെയിൽഡ്. ഈവൻ ദോ ഷീ സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദി എക്സാം ഷീ ഫെയിൽഡ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ,
ദോ, ഓൾ ദോ, ഈവൻ ദോ. ഇതിൻ്റെ ഇനി നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ വേണമെങ്കിൽ, ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പേജ് നമ്പർ 134 നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ 134 പേജിൽ എന്താണ് ഇതിനേക്കാൾ കൂടുതൽ ഉദാഹരണങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് വായിക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, പക്ഷെ അർത്ഥം മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ റീഡിംഗ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ റീഡിംഗ് കോഴ്സിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോവുക, ചെക്ക് ചെയ്യാം.